അസ്സലാമു അലൈക്കും. സൂറത്തു യാസീൻ ഖുർആൻ്റെ ഹൃദയമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. എല്ലാവരും സൂറത്തു യാസീൻ ഓതുന്നുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും അർത്ഥം അറിഞ്ഞ് ഓതുമ്പം കുറച്ചും കൂടി നല്ലതല്ലേ. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൽഹിയിലൊരു സ്ഫോടനം ഉണ്ടായില്ലേ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം. ഇനി ആ കമൻറ്റിൽ ഇങ്ങനായിരുന്നു, അതായത് ഇത് ചെയ്തത് മുസ്ലിം പേരുള്ള വ്യക്തികളാണ്. എത്ര കാലത്തോളം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടോ അത്ര കാലത്തോളം ഇവിടെ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേ നിൽക്കും. പിന്നെ മുസ്ലിങ്ങൾ ടെററിസ്റ്റാണ്, പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റാണ്. ഒരു 60-70% ഫുള്ള് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ആ സ്ഫോടനം നടത്തിയത് മുസ്ലിം പേരുള്ള വ്യക്തികളാണെങ്കിലും അവരെ 2 പേരെ കുറ്റപ്പെടുത്താതെ മറിച്ച് എല്ലാ മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താണ്. എന്നിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് അറിയോ? മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം ഇന്ത്യ സേഫല്ല, സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേ നിൽക്കും, മറ്റു മതക്കാരൊക്കെ ഇവിടെ സേഫേ അല്ല എന്നൊക്കെ. ഇനി ഇവരൊക്കെ കുറിച്ചിട്ട് സൂറത്ത് യാസീനിൽ അള്ളാഹു എന്താ പറഞ്ഞതെന്നല്ലേ. അള്ളാഹു പറയുന്നുണ്ട്, പലരുടെ ഹൃദയങ്ങൾ അടങ്ങിയിരിക്കുന്നു, ഒരു സത്യം കേട്ടാലും അതിൽ വിശ്വസിക്കില്ല. അവരുടെ മനസ്സിൽ മതിലുകൾ കെട്ടിയതുപോലെയാണ്. അവർ മുന്നറിയിപ്പ് എത്ര കേട്ടാലും മറുപടി കൊടുക്കൂല, കാരണം അവരുടെ മനസ്സ് സത്യം സ്വീകരിക്കാൻ തയ്യാറല്ല. ലോകത്ത് ഇപ്പം എത്രയോ അടയാളങ്ങൾ വന്ന്, അതായത് ഖുർആനിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അടയാളങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഇപ്പം തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രന് 2 കഷ്ണാക്കിയിട്ട് വീണ്ടും ഒരുമിച്ചിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ സയൻറ്റിസ്റ്റ് നിരത്തി വെക്കുന്നുണ്ട് നാസയിൽ. പക്ഷേ ഇത് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അല്ല ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യമാണല്ലോ, ഇത് ചന്ദ്രനെ മുറിച്ചിട്ട് വീണ്ടും ഒരുമിപ്പിക്കൽ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് സയൻറ്റിസ്റ്റ് തെളിയിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെയാണ് സയൻറ്റിസ്റ്റുകൾ തെളിയിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഓൾറെഡി ഖുർആനിൽ ഈ കാര്യം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ സത്യങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടും കുറേ ആൾക്കാർ ഇപ്പോഴും ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ മറ്റൊരു കൂട്ടങ്ങളാവട്ടെ കുറേ ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ച് വരുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇനി സൂറത്തു യാസീൻ്റെ അർത്ഥത്തിലോട്ട് വരാം. സൂറത്തു യാസീനെ ഞാൻ 3 ഭാഗമായിട്ട് അർത്ഥങ്ങൾ പറഞ്ഞുതരാം. അതാകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതിലൊരു ഭാഗം ഖുർആൻ്റെ സന്ദേശവും മനുഷ്യരുടെ അവസ്ഥയും, പിന്നെ ഭാഗം 2 ദൂതന്മാരുടെ ഒരു കഥയും പിന്നെ അതിലെ ചെറിയ പാഠങ്ങളും, പിന്നെ ഭാഗം 3 പുനർജീവനം, അതായത് ആഖിറത്ത് ജീവിതം, അതേപോലെ അവിടുത്തെ ന്യായവിധിയും അതേപോലെ അന്ത്യം, ആ കാര്യങ്ങളൊക്കെ. അപ്പം ഭാഗം 1 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തു യാസീനിൽ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതന്മാരിൽ